ഹായ് എവരി വൺ, വെൽക്കം ടു സ്കോറിംഗ് കീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSCയുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ സിലബസിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ്. ഏതൊക്കെയാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് വരുന്നതെന്നും അതിൽ വരുന്ന ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us മൂവ് ഓൺ ടു ദ ഡിസ്കഷൻ. ആദ്യമായിട്ട് സോഴ്സസ് ഓഫ് ഫിനാൻസിനെ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ട് മൂന്ന് നാല് ബേസിലാണ്. ഒന്ന്, പീരീഡിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം. എത്ര പീരീഡിലേക്കാണ് ഈ ഒരു ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആകുന്നതിൻ്റെ ബേസിൽ പീരീഡ് വൈസ് ഒരു ക്ലാസിഫിക്കേഷൻ നടത്താം. ദെൻ സെക്കൻഡ്, ഓണർഷിപ്പാണ്. അതായത് ആരാണ് ഈ സോഴ്സസ് ഓഫ് ഫിനാൻസ്, നമുക്ക് കിട്ടുന്ന ഫിനാൻസിൻ്റെ ഓണർഷിപ്പ് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് ഫിനാൻസിൻ്റെ സോഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ദ സോഴ്സ് ക്ലാസിഫൈ ചെയ്യാം. ഏത് സോഴ്സ് എന്നാണ്, ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള സോഴ്സ് തന്നെയാണോ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡ് എന്നുള്ള ഏതെങ്കിലും സോഴ്സ് തന്നെയാണോ ഈ ഫിനാൻസ് വരുന്നതിൻ്റെ രീതിയിൽ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ നടത്താം. ദെൻ ഇറ്റ് കംസ് ദ മോഡ് ഓഫ് ഫിനാൻസ്. വിച്ച് മോഡ് ഓഫ് ഫിനാൻസ് വി ആർ യൂസിങ്, അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷൻ നടത്താം. സോ ലെറ്റ് us ഡിസ്കസ് ഈച്ച് ആൻഡ് എവരി വൺ. ആദ്യമായിട്ടുള്ളത് പീരീഡിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. പീരീഡിൻ്റെ ബേസിൽ നമുക്കറിയാം പല പീരീഡ് ഓഫ് ടൈമിലേക്ക് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആകാം, അല്ലെങ്കിൽ പല പീരീഡ് ഓഫ് ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിനാൻസ് റേസ് ചെയ്തിട്ടുണ്ടാകാം. ആദ്യത്തേത് ലോങ് ടേം സോഴ്സ് ആണ്. ലോങ് ടേം സോഴ്സ് എന്ന് പറയുന്നത് നോർമലി നമുക്കറിയാം, പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ഒരു ലോങ് റേഞ്ച് ഓഫ് പീരീഡ്, അതിലേക്ക് നമുക്ക് ഈ ഫിനാൻസ് യൂസ് ചെയ്യാം. നോർമലി നമ്മൾ അത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഓണേഴ്സിന് ഈ ഒരു ലോങ് ടേം ഫിനാൻസ് സോഴ്സ് ഓഫ് ഫിനാൻസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, അവർക്ക് അതിൻ്റെ റീപേയ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടത് നോർമലി ആഫ്റ്റർ 5 years ആണ്. സംടൈംസ് ബിസിനസ്സിൻ്റെ ത്രൂ ഔട്ട് ദ എൻറ്റയർ ലൈഫ് ഓഫ് ദ ബിസിനസ് ഈ ലോങ് ടേം സോഴ്സസ് ബിസിനസ്സിന് അവൈലബിൾ ആയിരിക്കും. ഇക്വിറ്റി ഷെയർസ് ഒക്കെ അതിൻ്റെ ഉദാഹരണമാണ്. ഈ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിൽ വരുന്നതാണ് ഇക്വിറ്റി ഷെയർസ്, ദെൻ പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്. നമുക്കറിയാം ഇക്വിറ്റി ഷെയർസ് നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് രണ്ട് രീതിയിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ്. അതൊരു ലോങ് ടേം പീരീഡിലേക്ക് നമുക്ക് അവൈലബിൾ ആണ്. യൂഷ്വലി ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ, ഫിക്സഡ് അസറ്റ് റിക്വയർമെൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോഴ്സ് ഉപയോഗിക്കുന്നത്. ദെൻ ഡിബഞ്ചേഴ്സ് ആർ അവൈലബിൾ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. നോർമലി ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ അല്ലെങ്കിൽ റീപേയ്മെൻ്റ് ഒക്കെ വരുന്നത് 10 or 20 years or more ഒക്കെയാണ്. ദെൻ ലോങ് ടേം ലോൺസ് ഫ്രം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ അവൈലബിൾ. That is also available for long duration of time. So then next type of source of finance under the period classification is that medium term finance. ഈ പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മീഡിയം ടേം ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കറിയാം ദീസ് ഫിനാൻസ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആർ അവൈലബിൾ ഫോർ എ പീരീഡ് ഓഫ് 1 to 5 years. നമുക്ക് 1 to 5 yearsൻ്റെ ഉള്ളിൽ നമ്മൾ റീപേയ്മെൻറ്റ് നടത്തേണ്ട സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. നോർമൽ കേസിൽ അധികവും വരുന്നത് നമ്മുടെ ലോങ് ടേം ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ റെയറായിട്ട് ഇതിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. സോ അതിൽ വരുന്ന കുറേ ഐറ്റംസ് ആണ്. ബാങ്ക് ലോൺസ് അതിൻ്റെ ഉദാഹരണമാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഉദാഹരണമാണ്, പബ്ലിക് ഡെപ്പോസിറ്റ്സ്, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇതൊക്കെ ഈ മീഡിയം ടേം സോഴ്സ് ഓഫ് ഫിനാൻസിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷനാണ് ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് പീരീഡിലേക്ക് നമുക്ക് ഒരു ബിസിനസ്സിന് അവൈലബിൾ ആകുന്ന ഫണ്ടുകളെയാണ് നമ്മൾ ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം വിത്തിൻ 1 year നമ്മളതിൻ്റെ റീപേയ്മെൻറ്റ് നടത്തണം. നമുക്കത് മാക്സിമം നമ്മുടെ ഫേമിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കത് ബിസിനസ്സിൻ്റെ പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 1 year ആണ്. നമ്മൾ 1 yearൻ്റെ ഉള്ളിൽ അതിൻ്റെ റീപേയ്മെൻറ്റ് നടത്തണം. ആ 1 yearൻ്റെ ഉള്ളിൽ വരുന്ന റിക്വയർമെൻറ്റ്സിന് മാത്രമേ ഈ ഇത്തരം സോഴ്സ് ഓഫ് ഫണ്ട്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാങ്ക് അലോ ചെയ്യുന്ന ക്രെഡിറ്റുകൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ അത് ഉദാഹരണമാണ്. ഇതിന് ചില കസ്റ്റമേഴ്സ് ചില അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അഡ്വാൻസ് മണി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവരുടെ എന്തെങ്കിലും ഒരു പർച്ചേസിന് വേണ്ടി അഡ്വാൻസ് ആയിട്ട് കുറച്ച് മണി നമുക്ക് കിട്ടാറുണ്ട്. അത് ഇത്തരം ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ദെൻ ട്രേഡ് ക്രെഡിറ്റ് അവൈലബിൾ ആണ്. നമ്മുടെ സപ്ലയേഴ്സിൻ്റെ അടുത്ത് നമ്മൾ റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ സപ്ലൈസ് വാങ്ങുന്ന സമയത്ത് അവർ ഒരു സെർട്ടൻ പീരീഡിലേക്ക് അവർ ക്രെഡിറ്റ് അനുവദിക്കാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമുക്ക് അത്രയും കാലം വേറെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ദെൻ സെർട്ടൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് കോൾ മണി ആർ ദെയർ. അതൊക്കെയും ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമുക്ക് അവൈലബിൾ ആകുന്ന സോഴ്സസ് ഓഫ് ഫിനാൻസുകളാണ്. ദെൻ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓണർഷിപ്പിൻ്റെ ബേസിലാണ്.
ആരാണ് ഈ ബിസിനസ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ റിയൽ ഓണേഴ്സ് ആരാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുണ്ടാണ് നമ്മൾ ഓണർഷിപ്പിൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അതിൽ വരുന്നത് ഫസ്റ്റ് വൺ ഓണർഷിപ്പ് ക്യാപിറ്റലാണ്. ഓണർഷിപ്പ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ദ നെയിം ഇറ്റ് സെൽഫ് സജസ്റ്റ് ദാറ്റ് ദീസ് ആർ ഓൺഡ് ബൈ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ റിയൽ ഓണേഴ്സ് ആയിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടുകളാണ് ഈ ഓണർഷിപ്പ് ക്യാപിറ്റലായിട്ട് വരുന്നത്. നമുക്കറിയാം അതിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് വരുന്നുണ്ട്. ബേസിക്കലി അതിൽ ഷെയർ ക്യാപിറ്റൽ വരുന്നു, പ്രിഫറൻസ് ആൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ സമാഹരിക്കുന്ന ഫണ്ട് വരുന്നു. ദെൻ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെയും അതുപോലെ സർപ്ലസ് ആൻഡ് പ്രോഫിറ്റ്സിൻ്റെയും ഒക്കെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഓണേഴ്സാണ്. അപ്പോൾ അത് നമുക്ക് ചില സമയത്ത് റീറ്റെയിൻഡ് ഏർണിങ്സ് കീപ്പ് ചെയ്തുകൊണ്ട് ഡിവിഡൻഡ് കംപ്ലീറ്റ് ആയിട്ട് പേ ഔട്ട് ചെയ്യാതെ സെർട്ടൻ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് അവിടെ കീപ്പ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് ഉപയോഗിക്കാം. അത്തരം സോഴ്സ് ഓഫ് ഫണ്ടുകളൊക്കെ ഓണർഷിപ്പ് ക്യാപിറ്റലാണ്. സർപ്ലസ് ആൻഡ് പ്രോഫിറ്റും അതിൻ്റെ ഒരു ഉദാഹരണമാണ്. രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ അതിൽ വരുന്നത് ബോറോഡ് ക്യാപിറ്റലാണ്. The name itself suggests that we borrow certain amount of money from outside the business. ബിസിനസിൻ്റെ ഔട്ട്സൈഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നമ്മൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസുകൾ കടമായിട്ട് എടുക്കാം. സോ സച്ച് സോഴ്സസ് ഓഫ് ഫിനാൻസ് ആർ കോൾഡ് ബോറോഡ് ക്യാപിറ്റൽ. അതിൽ ഡിബെഞ്ചേഴ്സ് ഉണ്ട്. ഡിബെഞ്ചേഴ്സ് എന്ന് പറയാൻ നമുക്ക് ദീസ് ആർ ദ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഇൻഡെപ്റ്റ്നെസ് ഓഫ് എ ബിസിനസ് ടു ദ എന്താ പറയുക ടു ദ പ്രൊവൈഡർ ഓഫ് ഫണ്ട്സ്. നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് സെയിം കേസാണ് ബോണ്ടിൻ്റെതും. അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൊമേഴ്സ്യൽ ബാങ്ക്സ്, അതൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത്തരം ലോണുകളൊക്കെ ബോറോഡ് ക്യാപിറ്റലാണ്. വി ബോറോ സർട്ടൻ എമൗണ്ട് ഓഫ് മണി ബൈ മോർഗേജിങ് സർട്ടൻ അസറ്റ്സ്. ആ രീതിയിൽ മോർഗേജ് ചെയ്തിട്ടുള്ള കേസും വരാം, മോർഗേജ് ചെയ്യാത്ത കേസും വരാം. ഡിബെഞ്ചേഴ്സ് ഒക്കെ അധികം അസറ്റ്സിൻ്റെ ഒക്കെ മോർഗേജ് ഇല്ലാതെയുള്ളൊരു ബോറോയിങ് ആണ്. ഓക്കെ, ദെൻ ബോറോഡ് ക്യാപിറ്റൽ അത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ വരുന്നത് സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഏത് സോഴ്സിൽ നിന്നാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നതനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷൻ നടത്താം. അതിൽ ഇൻറ്റേർണൽ സോഴ്സ് ഉണ്ട്, ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന സോഴ്സ് ഓഫ് ഫണ്ട് ഉണ്ട്. ദെൻ എക്സ്റ്റേണൽ ഉണ്ട്, ബിസിനസ്സിൻ്റെ പുറത്തുനിന്ന് വരുന്നതുണ്ട്. സോ ഏതൊക്കെയാണ് ഇൻറ്റേർണൽ സോഴ്സസ്, ഏതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ് നമുക്ക് നോക്കാം. ദ ക്യാപിറ്റൽ അവൈൽഡ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ ഈസ് കോൾഡ് ഇൻറ്റേർണൽ സോഴ്സ്. വിത്തിൻ ദ ഓർഗനൈസേഷൻ ആണ്, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് ആളുകളുടെ നിന്ന് നമ്മൾ സ്വരൂപിക്കുന്ന ഫണ്ടുകളെയാണ്, ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ജനറേറ്റ് ആയിട്ട് വരുന്ന ഫണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറയുന്നത്. അതിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് അതിൻ്റെ വലിയ ഉദാഹരണമാണ്. ദെൻ ഡിപ്രീസിയേഷൻ ഫണ്ട് ഈസ് അനദർ ടൈപ്പ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സ്. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഈസ് അനദർ വൺ. അവിടെ റിട്ടേൺ ഏർണിങ്സ് അറിയാം, നമ്മുടെ ഡിവിഡൻഡ് കംപ്ലീറ്റ് പേയ്മെൻറ്റ് ചെയ്യാതെ certain businesses keep a particular percentage of dividend as retained earnings. അത് റീറ്റെയിൻ ചെയ്ത് വെക്കുന്നു, so that can be used for future capital requirements or future requirements. Then depreciation funds, so for our certain fixed assets, the business will be creating depreciation fund so that they can use this fund to purchase any fixed assets ഇൻ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ് വരുന്ന സമയത്ത്, ഒരു അസറ്റ് ഡിപ്ലീറ്റഡ് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എൻഡ് അപ്പ് ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സെർട്ടൻ ന്യൂ അസറ്റ്സ് നമുക്ക് വാങ്ങിക്കാം. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്. ബിസിനസ് സെർട്ടൻ പോർഷൻ ഓഫ് ദ പ്രോഫിറ്റ് റിസർവ്സ് ആയിട്ട് കീപ്പ് ചെയ്യാറുണ്ട്, സർപ്ലസ് ആയിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് ഉപയോഗിക്കാം. സോ ദീസ് ത്രീ സോഴ്സസ് ഓഫ് ഫിനാൻസ് ആർ കോൾഡ് ഇന്റേണൽ സോഴ്സ്. Internal source in the sense that these funds are created from within the business. ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ആകുന്ന സോഴ്സ് ഓഫ് ഫിനാൻസുകളാണ്. ദെൻ ഇറ്റ് കംസ് എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സസിലാണ് ബിസിനസ്സിൻ്റെ പുറത്തുള്ളതാണ്. ദ നെയിം ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ ഫണ്ട്സ് ആർ അവൈലബിൾ ഫ്രം ദ സോഴ്സസ് എക്സ്റ്റേണൽ ടു ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ പുറത്തുനിന്നുള്ള സോഴ്സിൽ നിന്നാണ്, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനാണ് ദീസ് ഫണ്ട് റേസ് ചെയ്യുന്നത്. ദെൻ അതിൽ ഉദാഹരണമാണ് ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ്സ്, ലോൺസ്. ഇതൊക്കെ നമ്മൾ ബിസിനസ്സിൻ്റെ പുറത്തുനിന്ന് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഡിബെഞ്ചേഴ്സ് ആയിട്ടോ ഷെയർസ് ആയിട്ടോ ലോൺസ് ആയിട്ടോ ഒക്കെ പബ്ലിക് ഡെപ്പോസിറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം. സോ ദീസ് ആർ എക്സ്റ്റേണൽ ടു ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ പുറത്തുനിന്നുള്ള പാർട്ടികളാണ് ഇത്തരം ഫണ്ടുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വ്യക്തികളായിരിക്കാം, ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള പിന്നെ ചില ഫണ്ടുകളായിരിക്കാം, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്ക്സുകളായിരിക്കാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പനി ആയിരിക്കാം. സോ ഡിഫറെൻറ്റ് പാർട്ടീസ് ആർ ദെയർ outside the business. Such sources from such outside parties are called external sources. Then it comes
മോഡ് ഓഫ് ഫിനാൻസ് നമ്മൾ ഏത് മോഡിലൂടെയാണ് നമ്മൾ റേസ് ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോയിന്റുകളിൽ ചില സർട്ടൻ ഐറ്റംസ് മറ്റു ക്ലാസിഫിക്കേഷനിലൊക്കെ വരുന്നുണ്ട്. സോ ദീസ് ആർ ജസ്റ്റ് ഫോർ ക്ലാസിഫിക്കേഷൻ പർപ്പസ്. നമ്മൾ ഈ ഒരു മോഡ് ഓഫ് ഫിനാൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വരുന്ന ഈച്ച് ആൻഡ് എവറി എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതുവരെ നമ്മൾ അതിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമാണ് പറഞ്ഞത്. ഇതിൽ മോഡ് ഓഫ് ഫിനാൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഐറ്റംസിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതുപോലെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ മോഡ് ഓഫ് ഫിനാൻസ് നമ്മൾ പറയുന്ന സമയത്ത് ബേസിക്കലി വരുന്നത് സെക്യൂരിറ്റി ഫിനാൻസ്. ആദ്യമായിട്ട് സെർട്ടൻ സെക്യൂരിറ്റീസ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്യൂ ചെയ്യുന്നു. ആ രീതിയിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം. ദെൻ ലോൺ ഫിനാൻസ് ആയിട്ട് ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ നിന്നും ലോണുകളായിട്ട് നമുക്ക് ഫിനാൻസ് റേസ് ചെയ്യാം. ദെൻ റീറ്റെയിൻഡ് ഏർണിങ്സ് ആർ ദെയർ. സോ ലെറ്റ് us discuss the first one, security finance. സെക്യൂരിറ്റി ഫിനാൻസിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ആസ് വെൽ ആസ് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ചിലപ്പോൾ ഓണർഷിപ്പ് ആയിരിക്കാം, ഓർ ദെൻ ക്രെഡിറ്റർഷിപ്പ് ആയിരിക്കാം. ബിസിനസിൻ്റെ ഓണേഴ്സായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്ന കേസ് ഉണ്ടാകാം, അതുപോലെ ബിസിനസ് കടമെടുക്കുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാം. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓണർഷിപ്പ് സെക്യൂരിറ്റീസിൽ ബേസിക്കലി വരുന്നത് ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആണ്. രണ്ട് ടൈപ്പ് ഓഫ് ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യാറുള്ളത്. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം, അതുപോലെ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് ബിസിനസിന്റെ റിയൽ ഓണേഴ്സ് ആണ് ഇക്വിറ്റി ഷെയർ ഓണേഴ്സ്. ഇക്വിറ്റി ഷെയർ ഓണേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് PSC പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യമായിട്ട് വരുന്നത് അവർക്ക് വോട്ടിംഗ് റൈറ്റ് എന്നുള്ള റിയൽ ഓണേഴ്സ് ആണ് ഇക്വിറ്റി ഷെയർസ്. അവർക്ക് ദേ ഹാവ് ദ വോട്ടിംഗ് റൈറ്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ വിത്ത് റെസ്പെക്ട് ടു എ ബിസിനസ്. ഒരു ബിസിനസിനെ സംബന്ധിച്ച് വോട്ടിംഗ് റൈറ്റും ഡിസിഷൻ മേക്കിംഗ് പവറും അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇക്വിറ്റി ഷെയർ ഓണേഴ്സിന്റെ കയ്യിലാണ്. ദേ ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് എന്ന് പറയാറുണ്ട്. ദെൻ ദേ ഹാവ് സെക്കൻഡ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രിയംപ്റ്റീവ് റൈറ്റ് എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് റൈറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമുണ്ട്. വാട്ട് ഈസ് ദിസ് പ്രിയംപ്റ്റീവ് റൈറ്റ്? പ്രിയംപ്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ബിസിനസ് സബ്സിക്വൻ്റ് ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസിന് ഒരു റൈറ്റ് ഉണ്ട്. കാരണം അവർക്ക് ഈ ന്യൂ ഇഷ്യൂവിന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അവരോട് ചോദിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ബിസിനസ്സിന് ഔട്ട്സൈഡ് പാർട്ടീസിന് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സച്ച് എ റൈറ്റ് ഈസ് കോൾഡ് പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്. ദെൻ അവർക്ക് റെസിജ്വൽ ക്ലെയിം ആണുള്ളത്. എന്തിൻ്റെ മുകളിൽ? റെസിജ്വൽ ക്ലെയിം ഓൺ ഡിവിഡൻഡ് ആസ് വെൽ ആസ് റെസിജ്വൽ ക്ലെയിം ഓൺ ദ അസറ്റ്സ് ഇൻ ദ ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ്. കമ്പനി വൈൻഡ് അപ്പ് ആകുന്ന അവസരത്തിലും അതുപോലെ ഡിവിഡൻഡ് കൊടുക്കുന്ന അവസരത്തിലും അവർക്ക് റെസിജ്വൽ ക്ലെയിം ആണുള്ളത്. ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് എല്ലാ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇക്വിറ്റി ഷെയർസിന് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് വാട്ട് ഈസ് റിമൈനിങ് അത് അവരുടെ പ്രൊപ്പോർഷൻ ഓഫ് ഷെയർസിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള റെമ്യൂണറേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഡിവിഡൻഡ് കൊടുക്കുന്നത്. ദെൻ റെസിജ്വൽ ക്ലെയിം ഓൺ ആസറ്റ് എന്ന് പറയുന്നത് കമ്പനി ഇൻ കേസ് വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അവർക്ക് എന്ത് ചെയ്യും, ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ലോൺസ്, ബോണ്ട് അതൊക്കെ ഇഷ്യൂ ഉണ്ട്, അവരൊക്കെ മീറ്റ് ചെയ്തതിന് ശേഷം ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവരെയും മീറ്റ് ചെയ്തതിന് ശേഷം അവർക്കൊക്കെ ക്യാപിറ്റലിന് അടിസ്ഥാനമായിട്ടുള്ള എമൗണ്ട് ഓഫ് മണി കൊടുത്ത് പിരിച്ചുവിട്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇഫ് എനിത്തിങ് റിമൈൻസ് ദാറ്റ് ഈസ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇക്വിറ്റി ഷെയർസിന് കൊടുക്കാറുള്ളൂ. അത്രയും കാര്യങ്ങൾ. ദെൻ ദേ ഹാവ് ലിമിറ്റഡ് ലയബിലിറ്റീസ്. അവരുടെ ഷെയറിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രയാണോ അത്രയും എമൗണ്ട് ഓഫ് മണി മാത്രമേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അസറ്റ്സ് ഒക്കെ മതിയാവാതെ വന്നാൽ അവർ കൊടുക്കേണ്ടതുള്ളൂ. സോ ദർ ലയബിലിറ്റീസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദർ ഹോൾഡിങ്സ്. അവരുടെ ഷെയർ ഹോൾഡിങ്സിൻ്റെ എമൗണ്ട് ഓഫ് മണി അത്രയൊരു എമൗണ്ട് വരെ മാത്രമേ അവർക്ക് ലയബിലിറ്റി ഉള്ളൂ. സോ ദേ ഹാവ് ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ പറഞ്ഞ പോയിന്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് പ്രീഎംപ്റ്റീവ് റൈറ്റ്സ്, ദെൻ റെസിജ്വൽ ക്ലെയിം ഓൺ അസറ്റ്സ് ആസ് വെൽ ആസ് ഡിവിഡൻഡ്, ദെൻ ലിമിറ്റഡ് ലയബിലിറ്റീസ്. ദെൻ അടുത്തൊരു ഷെയറാണ് ഡെഫേർഡ് ഷെയർസ് എന്ന് പറയുന്നത്. ഡെഫേർഡ് ഷെയർസ് ആർ ദ ഫൗണ്ടർ ഷെയർസ്. ഡെഫേർഡ് ഷെയർസ് ഫൗണ്ടർ ഷെയർസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഫൗണ്ടേഴ്സിന് അവരുടെ വോട്ടിംഗ് റൈറ്റും കാര്യങ്ങളും ഒക്കെ കൺട്രോൾ നിർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഷെയർസ് ആണ്. നമുക്കറിയാം ഇതിനും എന്താ പറയുക, ഈ ബാങ്ക്രപ്സി അല്ലെങ്കിൽ ലിക്വിഡേഷൻ ഇവന്റ് വന്നാൽ ഏറ്റവും അവസാനമാണ് ഇവർക്ക് പേയ്മെന്റ് നടത്തുന്നത്. ദെൻ കോമൺ സ്റ്റോക്ക്, അതായത് ഇക്വിറ്റി ഷെയർസിന് ശേഷവും പ്രിഫറൻസ് ഷെയർസിനൊക്കെ ശേഷം മാത്രമേ അവർക്ക് എന്തെങ്കിലും അസറ്റ്സ് ബാക്കി എന്തെങ്കിലും കൊടുക്കേണ്ടതുള്ളൂ. അതുപോലെ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്തും അവരെ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതിയിലാണ്. ദെൻ നോ പാർ ഷെയർസ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു കാറ്റഗറി ഉണ്ട്. ദീസ് ആർ ഷെയർസ് ദാറ്റ് ഹാവ് നോ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ സ്പെസിഫിക് ആയിട്ടില്ലാത്ത ഷെയർസിനാണ്. അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റ് പ്ലേസിൽ
അവർ എന്താ പറയുക ഇൻവെസ്റ്റേഴ്സ് എത്രയാണോ അവർ വില്ലിങ് ടു പേ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ അതിൻ്റെ വാല്യൂ ഓഫ് ഷെയർസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെറ്റ് വർത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ചെയ്ത് നോക്കിയിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓണർഷിപ്പ് സെക്യൂരിറ്റീസിൽ വരുന്നത്. ദെൻ ഇറ്റ് കംസ് ദ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ്. വാട്ട് ഈസ് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ്? ബിസിനസ് ആർ ഇൻഡെപ്റ്റഡ് ടു സർട്ടൈൻ പേഴ്സൺസ് ദാറ്റ് ഇഷ്യൂ ദീസ് ടൈപ്സ് ഓഫ് ഫിനാൻസ്. ബിസിനസ് അവരോട് ഇൻഡെപ്റ്റ് ചെയ്തിരിക്കുന്നു, ബിസിനസ് അവർക്ക് കൊടുക്കാനുണ്ട്, അവരുടെ കടക്കാരനാണ് ബിസിനസ്. ആ രീതിയിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡിബഞ്ചേഴ്സ് ആർ ദ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി അണ്ടർ ഇറ്റ്സ് സീൽ അക്നോളജിങ് ദ ഡെപ്റ്റ്. ഡെപ്റ്റ് അക്നോളജ് ചെയ്തുകൊണ്ട് ഇത്ര തുക ഇന്ന ആൾക്കാർ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഇത്ര തുകക്ക് കടക്കാരനാണെന്ന് അക്നോളജ് ചെയ്തുകൊണ്ട് ബിസിനസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റിനെയാണ് നമ്മൾ, കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിനെയാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി നോട്ട് ബാക്ക്ഡ് അപ്പ് ബൈ അസറ്റ്സ്. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ബാക്ക്ഡ് അപ്പ് ബൈ അസറ്റ്സ്. ചിലപ്പോൾ കമ്പനിയുടെ സെർട്ടൻ അസറ്റ്സിന്റെ ബാക്കപ്പ് ഇതിനുണ്ടാകാം. യൂഷ്വലി ഇറ്റ് ഈസ് നോട്ട് ബാക്ക്ഡ് ബൈ എനി അസറ്റ്സ്. then അതിൻ്റെ ചില ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ആർ അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്. ഏതൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ നാക്ഡ് ഓർ അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. ആസ് ദി നെയിം ഇറ്റ്സെൽഫ് സജസ്റ്റ്, ദീസ് ആർ നോട്ട് ബാക്ക്ഡ് ബൈ എനി അസറ്റ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അസറ്റ്സ് ഒന്നും ബാക്കപ്പ് ഇല്ലാത്ത ഫിനാൻസിനെയാണ് നമ്മൾ, ഡിബഞ്ചറിനെയാണ് നമ്മൾ സിമ്പിൾ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ നാക്ഡ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് കംസ് ദ സെക്യൂർഡ് ഓർ മോർഗേജ് ഡിബഞ്ചേഴ്സ്. These debentures are secured by certain assets of the company. കമ്പനിയുടെ അസറ്റ്സിന്റെ ബാക്കപ്പിലുള്ള ഡിബഞ്ചേഴ്സിനെയാണ് സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. Then there may be redeemable as well as irredeemable debentures. We know that debentures are repayable after certain period of time. Such debentures that will be repaid or retired after a specific period is called redeemable, and those not retired or repaid are termed as irredeemable. നമ്മൾ certain പീരീഡിന് ശേഷം എന്താ പറയുക റിഡീം ചെയ്യുന്ന, റീപേയ്മെന്റ് നടത്തുന്ന, പിരിച്ചുവിടുന്ന ഡിബഞ്ചേഴ്സിനെ റിഡീമബിൾ എന്നും, അങ്ങനെ ചെയ്യാത്ത ഡിബഞ്ചേഴ്സിനെ, പെർപ്പച്വലായിട്ട് നിൽക്കുന്ന ഡിബഞ്ചേഴ്സിനെ നമ്മൾ ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്നും പറയാറുണ്ട്. ദെൻ ഇറ്റ് കംസ് സ്പെസിഫിക് കൂപ്പൺ ഡിബഞ്ചേഴ്സ് ആസ് വെൽ ആസ് സീറോ കൂപ്പൺ ഡിബഞ്ചേഴ്സ്. നോർമലി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് ആണ് ഈ സ്പെസിഫിക് കൂപ്പൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡിബഞ്ചേഴ്സിന്റെ കേസ് പഠിക്കുന്ന സമയത്ത് 10% ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ 12% ഡിബഞ്ചേഴ്സ് എന്നുള്ള രീതിയിൽ പെർസെൻറ്റേജ് കൂട്ടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്. Such debentures that specify the coupon rate of interest is termed as specific coupon debentures, and those do not specify any coupon rate of interest is termed as zero coupon debentures. അത്തരം ബോണ്ടുകളാണ് സീറോ കൂപ്പൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സീറോ കൂപ്പൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് വാങ്ങിക്കുന്ന ആളുകൾക്ക് ലാഭം എന്ന് പറയുന്നത്, സീറോ കൂപ്പൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇവൻച്വൽ മെച്യൂരിറ്റിനേക്കാളും വലിയൊരു എമൗണ്ട് കുറച്ചിട്ടാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്, വലിയൊരു ഡിസ്കൗണ്ടിലാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. സോ ആ ഒരു ഇഷ്യൂ പ്രൈസും അതുപോലെ റിഡംഷൻ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇൻവെസ്റ്റേഴ്സിനുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് ബെയർ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ പല മേഖലയിലും വന്നിട്ടുള്ള ഡിബഞ്ചറിൻ്റെ ടൈപ്പാണ്, വരാൻ സാധ്യതയുള്ളതാണ് രജിസ്റ്റേർഡ് ആസ് വെൽ ആസ് ബെയർ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ദോസ് ഡിബഞ്ചേഴ്സ് the name of owners are registered in the company's register of debentures. കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചറിൽ ഇത്തരം ഡിബഞ്ചറുടെ ഓണേഴ്സിന്റെ നെയിം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഒരാൾക്ക് വേറെ ആൾക്ക് കൊടുക്കണമെങ്കിൽ, അത് ഇൻഎഫക്റ്റായി വരണമെങ്കിൽ അയാളുടെ പുതിയ കൊടുക്കുന്ന ആളുകളുടെ പേര് ആ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചറിൽ വരണം. നമുക്കൊരാൾക്ക് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് റിക്വയർസ് സം പ്രൊസീജിയേഴ്സ്. ഓക്കെ, ദെൻ ബെയർ ഡിബഞ്ചേഴ്സ് ആണ്. ബെയർ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് അത്തരം രജിസ്റ്റർ ഓഫ് ഡിബഞ്ചറിലൊന്നും രജിസ്റ്റർ ചെയ്യാത്ത, ഹു എൽസ് ഓൺ ദാറ്റ് ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ്, ഹി ഈസ് ട്രീറ്റഡ് ആസ് ദ ഓണേഴ്സ്. ആരുടെ കയ്യിലാണോ ആ ഡിബഞ്ചർ ഉള്ളത് അവരാണ് അതിൻ്റെ ഓണേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ദീസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി. മിയർ ഡെലിവറിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബെയർ ഡിബഞ്ചേഴ്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസിൽ വരുന്ന അടുത്തൊരു ഐറ്റമാണ് ബോണ്ട് എന്ന് പറയുന്നത്. ബോണ്ട് ഈസ് ഓൾസോ an instrument of indebtedness of the bond issuer to the it holders. അതൊരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻഡെപ്റ്റ്നെസ്, അത് ബോണ്ടൊക്കെ ആരൊക്കെയാണോ പർച്ചേസ് ചെയ്യുന്നത് അവരോടുള്ള ഇൻഡെപ്റ്റ്നെസ് എന്താ പറയുക സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ബോണ്ട് എന്ന് പറയുന്നത്. ബോണ്ടിൻ്റെ ഒരു ഡിബഞ്ചറിൽ നിന്ന് ബോണ്ടിനെ വ്യത്യസ്തമാക്കുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി ബാക്ക്ഡ് ബൈ ഇഷ്യൂയിങ് എൻറ്റിറ്റീസ് അസറ്റ്സ്. ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ അസറ്റ്സിൻ്റെ ബാക്കപ്പിലാണ്. ഇൻ ദ കേസ് ഓഫ് ലിക്വിഡേഷൻ ഓർ ഇൻ ദ കേസ് ഓഫ് കമ്പനി ബീങ് ഇൻസോൾവെൻറ്റ്, ഈ അസറ്റ്സ് ആർക്ക് കൊടുക്കും, ബോണ്ട് ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് ആളുടെ ക്ലെയിം
അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്, ഒരു ക്ലെയിമിന് നമ്മൾ കൊടുത്തു തീർക്കുന്നതാണ്. ഓക്കെ, യൂഷ്വലി ബാക്ക്ഡ് ബൈ ബോൺഡ്സ്, ആസറ്റ്സ് ആണ്, സ്പെസിഫിക് ആസറ്റ്സ് ആണ്. ആ ബോൺസിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് പെർപെച്വൽ ബോണ്ട് ഉണ്ട്, പെർപെച്വൽ ബോൺസ് ഓർ പേർപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസോൾ ബോൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് അതിൻ്റെ മെച്യൂരിറ്റി ഒന്നും സ്പെസിഫൈ ചെയ്യാതെ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ്. സോ ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ കമ്പനി ദാറ്റ് ബോൺസ് വിൽ ബി ഇൻ എഫക്റ്റ്. അതിൻ്റെ റീപേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ത്രൂ ഔട്ട് ദ ലൈഫ് അതിൻ്റെ കമ്പനിയിൽ അതിനിങ്ങനെ കമ്പനി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോൺസിനെയാണ് നമ്മൾ പെർപെച്വൽ ബോണ്ട് എന്ന് പറയുന്നത്. പെർപെച്വൽ ബോണ്ടിനെ പേർബ്സ് എന്നോ അല്ലെങ്കിൽ കൺസോൾ ബോൺസ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ദെൻ കോളബിൾ ബോൺസ് ആണ്. കോളബിൾ ബോൺസ് ആർ ദ ബോൺസ് വിച്ച് ദ കമ്പനി ക്യാൻ റിട്ടയർ അറ്റ് എനി ടൈം. കമ്പനി വിഷ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യാൻ പറ്റും, റിഡീം ചെയ്ത് ബോണ്ട് ഹോൾഡേഴ്സിനെ റിട്ടയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തൊരു ബോണ്ടാണ് ജങ്ക് ബോണ്ട്. ജങ്ക് ബോണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജങ്ക് ബോൺസ് ആർ ദ കോർപ്പറേറ്റ് ബോൺസ് വിച്ച് ആർ ബിലോ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ്. ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് ബിലോ ആയിട്ടുള്ള, റിസ്ക് വളരെ കൂടുതലായിട്ടുള്ള കമ്പനീസ് ദാറ്റ് ആർ ഫിനാൻഷ്യലി സ്ട്രഗിളിങ്, കമ്പനീസ് ഫിനാൻഷ്യലി ആൻഡ് ഓപ്പറേഷണലി സ്ട്രഗിൾ ചെയ്യുന്ന ചില കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ് ജങ്ക് ബോണ്ട് എന്ന് പറയുന്നത്. അത് റിസ്ക് താരതമ്യേന കൂടുതലായതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനീസ് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ സിങ്കിങ് ഫണ്ട് ബോൺസ് ആണ്. സിങ്കിങ് ഫണ്ട് ബോൺസ് ആർ ദോസ് ബോൺസ് വിച്ച് ക്രിയേറ്റ് എ സിങ്കിങ് ഫണ്ട് ടു യൂസ് ആസ് എ കൊളാട്രൽ. നമുക്ക് ഇത്തരം ഒരു ബോണ്ടുകൾക്ക് കൊളാട്രലായിട്ട് ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ബോൺസിനെയാണ്. ഇൻ ദ ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ അവർക്ക് റിസ്ക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് റിസ്ക് കുറവായതുകൊണ്ട് തന്നെ ഈൽഡും കുറവാണ്. ഇൻട്രസ്റ്റ് റേറ്റും സിങ്കിങ് ഫണ്ട് ബോൺസിന് നോർമലി കുറവാണെന്നുള്ളതാണ്. Then it is inflation indexed bonds. Inflation indexed bonds are those that helps to hedge against inflation risk. ഇൻഫ്ലേഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ആണ്. മണി വാല്യൂ കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആ റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഹെഡ്ജ് ചെയ്തുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ബോണ്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷനറി പീരീഡിൻ്റെ സമയത്ത് അതിൻ്റെ വാല്യൂ വർദ്ധിക്കാറുണ്ട്. ദെൻ ഇറ്റ് കംസ് സീറോ കൂപ്പൺ ബോൺസ്. സീറോ കൂപ്പൺ ബോൺസ് നമ്മൾ നേരത്തെ സീറോ കൂപ്പൺ ആൻഡ് ഡിബെഞ്ചർ പറഞ്ഞതുപോലെ തന്നെ ദർ ഇസ് നോ സ്പെസിഫിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ്. അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ലാഭം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇഷ്യൂഡ് ഇൻ എ ഡീപ് ഡിസ്കൗണ്ട് ഫ്രം ഇറ്റ്സ് ഇവൻച്വൽ മെച്യൂരിറ്റി. ഇവൻച്വൽ മെച്യൂരിറ്റിയിൽ നിന്ന് വലിയൊരു ഡിസ്കൗണ്ട് അല്ലാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇഷ്യൂ പ്രൈസ് ആസ് വെൽ ആസ് ദ മെച്യൂരിറ്റി പ്രൈസ് മാർക്സ് ദ ബെനിഫിറ്റ്സ് ഫോർ ദ ഇൻവെസ്റ്റേഴ്സ്. ദെൻ അതുപോലെ തന്നെ സീറോ കൂപ്പൺ ബോണ്ടിൽ തന്നെ സീറോ ഇൻട്രസ്റ്റ് ബോണ്ട് ഈസ് ഓൾസോ ദെയർ. സീറോ ഇൻട്രസ്റ്റ് ബോണ്ടിലും ദർ ഇസ് നോ ഇൻട്രസ്റ്റ്, സ്പെസിഫിക് ഇൻട്രസ്റ്റ്, ദർ ഇസ് നോ ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ്. ബട്ട് ദ ബെനിഫിറ്റ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ആർ ദാറ്റ് ദേ ക്യാൻ കൺവേർട്ട് ദീസ് ബോൺസ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. ഒരു സ്പെസിഫിക് പീരീഡിന് ശേഷം നമുക്കത് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉള്ള ബോണ്ടിനെയാണ് നമ്മൾ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത്. സോ ദെൻ അതിൽ മോഡ് ഓഫ് ഫിനാൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് പോലെ റീറ്റെയിൻഡ് ഏർണിങ്സ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഡിപ്രീസിയേഷൻ ഫണ്ട് കാര്യങ്ങളൊക്കെയാണുള്ളത്. ദെൻ ലോൺ ഫിനാൻസ് ഉണ്ട്. അതിൻ്റെ മോഡ് ഓഫ് ഫിനാൻസ് ആണ് ലോൺ ഫിനാൻസ്. ലോൺ ഫിനാൻസിൽ വളരെ വേരിഡ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ ആർ അവൈലബിൾ ടു ദ കമ്പനീസ്. അത്തരം സോഴ്സ് ഓഫ് ഫിനാൻസിനാണ് നമ്മൾ ലോൺ ഫിനാൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഓർ ക്വറീസ് യു ക്യാൻ ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. സോ സ്കോറിംഗ് കീയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദ new videos as and when they get updated. If you have any queries, you can contact us on this number as well as in this Gmail ID. Okay, anyway, thank you all.